പള്ളിയിലെ പ്രാർത്ഥനയും മണ്ണിലെ അധ്വാനവും ഒരുപോലെ ദിവ്യമാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് മുളന്തുരുത്തി കണ്ടനാട് സ്വദേശിയായ ഐസക് മട്ടമേൽ കോർ എപ്പിസ്കോപ്പ അച്ഛൻ. വചനത്തിന്റെ വിത്തുകൾ വിശ്വാസികളുടെ മനസ്സുകളിൽ വിതയ്ക്കുന്നതോടൊപ്പം മണ്ണിൽ വിയർപ്പൊഴുക്കി പൊന്നുവിളയിക്കുന്ന ഈ പുരോഹിതൻ നാടിനാകെ മാതൃകയാണ്. സൃഷ്ടാവിനെ സ്തുതിക്കുവാൻ വിശുദ്ധ മദ്ബഹായിൽ കൈകൾ ഉയർത്തുമ്പോഴും സൃഷ്ടിയെ പരിപാലിക്കുവാൻ മണ്ണിലേക്ക് കൈകൾ നീട്ടുന്ന മട്ടമേലച്ചൻ ആഡംബരത്തിന്റെയും മടിയുടെയും ഈ ആധുനിക കാലഘട്ടത്തിൽ വേറിട്ടൊരു കാഴ്ചയാണ്. ഒരു പൗരോഹിത്യ കുടുംബത്തിലെ അംഗമായ അച്ഛന് ചെറുപ്പം മുതൽക്കേ പൂർവികരോടൊപ്പം കൃഷിയിടങ്ങളിൽ അധ്വാനിക്കുന്ന ശീലവും ഉണ്ടായിരുന്നു. കൃഷി ചെറുപ്പം മുതലേ എൻ്റെ 3 വയസ്സ് പ്രായമായപ്പോൾ മുതൽ ഗ്രാൻഡ് ഫാദർ വൈദികനും കൃഷിക്കാരനുമായിരുന്നു. ഏതാണ്ട് 60 വർഷത്തോളം കണ്ടനാട്ടുപള്ളിയിലെ വികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹം ഒരു കൃഷി, ഞങ്ങൾക്ക് നെൽകൃഷിയായിരുന്നു ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നത്. മറ്റുള്ള പറമ്പ് കൃഷികളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ മോട്ടറും കാര്യങ്ങളും അന്ന് ചക്രം, പത്തലെ ചക്രവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ കൂട്ടത്തിൽ ചെറുപ്പം മുതലേ ഇങ്ങനെ ശീലിച്ച് വന്നതുകൊണ്ട് എനിക്കതിനോട് വളരെ താല്പര്യമായിരുന്നു. അപ്പോൾ പ്രായമായി വന്നു കഴിഞ്ഞപ്പോഴും വലുതായി വന്നു കഴിഞ്ഞ് അച്ഛനായി കഴിഞ്ഞപ്പോഴും പഠിത്തമെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാം ഈ കൃഷിയോട് കൂട്ടത്തിൽ കൊണ്ടുപോകുന്ന രീതിയായിരുന്നു. അപ്പോൾ നെൽകൃഷി ആസ്വദിച്ചു. ഇപ്പോൾ നെൽകൃഷിയെല്ലാം ചുരുക്കമാണ്, പാടങ്ങളെല്ലാം അവിടെയൊക്കെ വെറുതെ കിടക്കുകയാണ്. കാരണം മറ്റുള്ളവരൊന്നും കൃഷി ചെയ്യാണ്ട് നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ കാന്താരി മുളക് മുതൽ എല്ലാ സാധനങ്ങളും ഗ്രാൻഡ് ഫാദർ കൃഷി ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് മൃഗങ്ങളും ഉണ്ടായിരുന്നു. ഗൾഗം, ഗിനി, അതുപോലെ തന്നെ കോഴി, മറ്റേ പശുക്കൾ, ആടുകൾ, അതുപോലെ പോത്ത് കൃഷി ചെയ്യാനുള്ള ഞങ്ങൾക്ക് 4 പോത്തുണ്ടായിരുന്നു. അതിൽ 8 പോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പുറത്ത് ഞങ്ങളുടെ ഉഴവുകളെല്ലാം കഴിഞ്ഞ് പുറത്ത് കൂലിക്കൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർ കൊണ്ടുപോയിരുന്നു ഇവിടേക്ക്. അങ്ങനെ റബ്ബർ ഒക്കെ ഇതിനകത്ത് കൃഷി ചെയ്തു. റബ്ബർ വെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ആസ്വദിച്ചു, ഇനി റബ്ബർ വേണ്ട, ഈ കാലാവസ്ഥയുടെ ആ ഒരു വ്യതിയാനം കൊണ്ട് ഒരു കുഴക്കണ്ട് അടിക്കാമെന്ന് തോന്നി. ഞാനിവിടെ ഒരു കുഴക്കണ്ട് അടിച്ച് ഏതാണ്ട് 180 അടി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആവശ്യത്തിന് വെള്ളം ഇത് കഴിഞ്ഞു 4 ലെയർ വെള്ളം കിട്ടിയെന്നുള്ളതാണ്. പിന്നെ അത് താത്തിയവൻ പറഞ്ഞു, ഇനി താത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം ഇല്ലാത്തൊരു ഇത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പോയെങ്കിലും നമുക്കിത് അച്ഛന് ആവശ്യത്തിനുള്ളത്. അപ്പോൾ ഈ 24 hours നിർത്താതെ മോട്ടർ അടിച്ചു കഴിഞ്ഞാലും എനിക്ക് വെള്ളം ജാസ്തി കിട്ടിക്കൊണ്ട് അതിൻ്റെ ഇടയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാനെല്ലാം ഇതിനെല്ലാം ഈ പറമ്പിലെല്ലാം അതുപോലെ ഈ വാട്ടർ ഇത് കൊടുത്തു. അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതെല്ലാം ഇത് നമ്മൾ ഇറിഗേഷൻ, ട്രിപ്പ് ഇറിഗേഷനാണ്, ട്രിപ്പ് കൊടുത്തിരിക്കുകയാണ് ഓരോന്നിൻ്റെ. അപ്പോൾ ഇതിലെല്ലാം നട്ട് കഴിഞ്ഞിരിക്കുമ്പോൾ വാഴ നട്ടപ്പോഴും ജാതി നട്ടപ്പോഴും എല്ലാം ഇതിൻ്റെ എല്ലാം ചൂട്ടിൽ ട്രിപ്പ് കൊടുക്കുക. അങ്ങനെ വെള്ളം കൊടുത്ത് എപ്പോഴും മോട്ടർ ഓൺ ചെയ്ത ഒരു വാൽവ് തിരിച്ചാൽ മതി. പച്ചപ്പ് നിറഞ്ഞ കൃഷിയിടങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. വിയർപ്പൊഴുക്കി മണ്ണിൽ അധ്വാനിക്കുന്നത് മനസ്സിന് സംതൃപ്തിയും കുടുംബത്തിന് ഐശ്വര്യവുമാണെന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ കാട്ടിത്തരുന്നു. കാരണവന്മാര് എന്നെ ചെറുപ്പം മുതലേ പഠിപ്പിച്ച ഒരു സംഗതിയാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങൾ എല്ലാ പ്രാർത്ഥനകളും കാണപ്പെടണം, യാമപ്രാർത്ഥനകളില്ല. രണ്ടാമത് പഠിച്ചു മണ്ണിനകത്ത് അധ്വാനിക്കാനും അത് പഠിപ്പിച്ച് അവർ തന്നു. മൂന്നാമതായിട്ട് തന്ന കാര്യങ്ങൾ സഹോദരങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം കൊണ്ടു നടക്കാനായിട്ട് എനിക്കത് 100% സാധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സഹോദരങ്ങൾ ഈ 150-60 പേരോളം ഉണ്ട്. ഇപ്പോൾ വിശുദ്ധ കുർബാനയും യാമനമസ്കാരവും കൂദാശ കർമ്മങ്ങളും പള്ളിയിലെ മറ്റ് ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞാൽ ബാക്കി സമയം മുഴുവൻ തന്റെ കൃഷിയിടത്തിൽ ചിലവഴിക്കാനാണ് അച്ഛന് ഇഷ്ടം. തരിശു കിടന്ന ഭൂമിയെ പച്ച പണിയിച്ചുകൊണ്ട് ഒരു വലിയ സന്ദേശമാണ് അച്ഛൻ സമൂഹത്തിന് നൽകുന്നത്. പ്രകൃതിയെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കുന്ന അച്ഛൻ ഇപ്പോൾ 75ന്റെ നിറവിലാണ്. എനിക്ക് അങ്ങനെ ഒരു വലിയ രോഗങ്ങളൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഒരു ആശുപത്രി പോയി രോഗമായിട്ട് കിടക്കേണ്ട ഒരു സാഹചര്യം ഇത്രയും പ്രായം ഇപ്പോൾ 75ന്റെ നിറവിലാണ്. കാരണം എനിക്ക് എല്ലാ കൃഷിപ്പണി അറിയാം. തൂമ്പ എടുത്ത് വരമ്പ് വെട്ടാനറിയാം, കന്നാലി പൂട്ടാനറിയാം, ചക്രം ചവിട്ടാനറിയാം. ഇതൊക്കെ ചെറുപ്പം മുതൽ ശീലിച്ചിട്ടുണ്ട്. 10 ചക്രമുണ്ട്. 10 ചക്രത്തേക്ക് കയറി കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ അതിൻ്റെ കൂമ്പിൽ നിന്ന് ഇങ്ങനെ നടന്ന് ചവിട്ടുന്ന രീതിയാണ്. അതൊക്കെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ. അതിന് അച്ഛനായി കഴിഞ്ഞതിന് ശേഷം അത്
തന്റെ സ്വന്തം ഇടവക പള്ളിയായ കണ്ടനാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളിയിൽ കഴിഞ്ഞ 22 വർഷമായി വികാരിയായി സേവനമനുഷ്ഠിച്ചു വരികയാണ് അച്ഛൻ. ഒരു യാമപ്രാർത്ഥന പോലും മുടക്കാതെ പള്ളിയിലെ ആരാധനകൾ സജീവമാക്കുവാനും പല പ്രതിസന്ധികളും പ്രയാസങ്ങളും അതിജീവിച്ച് ഇടവകയെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയിലേക്ക് നയിക്കുവാനും അച്ഛന് സാധിച്ചിട്ടുണ്ട്. പൗരോഹിത്യ ജീവിതത്തിൽ 50 വർഷം പിന്നിടുമ്പോഴും സഭയെയും ഇടവകയെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്ന ഈ ഇടയൻ ഒരു യഥാർത്ഥ കർഷകൻ കൂടിയാണ്. തുടർന്നും തന്റെ കൃഷിയിടങ്ങളിൽ പൊന്നു വിളയിക്കുവാനും സഭയെ നയിക്കുവാനും ജഗദീശ്വരൻ അച്ഛന് ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് നാടൊന്നാകെ ആശംസിക്കുകയാണ്. ഈ അച്ഛൻ ശരിക്കും വ്യത്യസ്തനാണ്. അധ്വാനത്തിന്റെ ജീവിക്കുന്ന സുവിശേഷവുമാണ്.